ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി 3 തൊഴിലാളികൾ മരിച്ചതിൽ അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാതെയാണ് തൊഴിലാളികൾ ടാങ്കിലിറങ്ങിയത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് ADM ഷൈജു ജേക്കബ് പറഞ്ഞു. ദാരുണമായ ആകസ്മികമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അവർക്ക് ദുരന്തബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും ഇൻക്വസ്റ്റ് നടത്തും. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നിസ്സഹാവസ്ഥയും ദാരുണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത്. ധനസഹായം നൽകുന്നത് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. അതനുസരിച്ച് ആ രീതിയിൽ ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യും. സംഭവ സ്ഥലത്ത് പോകും. അപകടത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. വളരെ ദാരുണമായ ഒരു ദുരന്തമാണ് കട്ടപ്പനയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ അടുത്ത് നടന്നിട്ടുള്ളത്. 3 തൊഴിലാളികളും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണുണ്ടായിട്ടുള്ളത്. വീണ്ടും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകളും സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, തമിഴ്നാട് സ്വദേശികളായ 3 തൊഴിലാളികളാണ് മരിച്ചത്. വേണ്ട സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ്, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് തൊഴിലാളികൾ ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ശ്വാസം മുട്ടിയുള്ള മരണമാണ്. എന്താണിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാകുന്നത് രാഹുൽ? സ്മൃതി, ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു 3 പേർ ശ്വാസം മുട്ടി മരിച്ചത്. ഇതിലിപ്പോൾ ഇടുക്കി ADMന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടറും ADMനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ADMന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ബന്ധുക്കളിൽ നിന്നും ഇവിടെയുണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കും എന്നാണ് ADM നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. കമ്പം സ്വദേശിയായിട്ടുള്ള ജയറാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കട്ടപ്പനയിലെ ആശുപത്രിയിലാണ് നടക്കുന്നത്. ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള സുന്ദരപാണ്ടിന്റെയും മൈക്കിളിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഇവരുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ 3 പേരും ജോലിക്ക് ഈ ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, അവരുടെ ജീവന സുരക്ഷ ഉറപ്പാക്കേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം നടത്തുമ്പോൾ അതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. സ്മൃതി.